പൊതുമാപ്പിന്റെ 5ാം നാളിൽ ദുബായിലെ സേവന കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു. ദുബായ്, അബുദാബി, ഷാർജ, എമിറേറ്റുകളിലാണ് ഏറ്റവും അധികം പേർ സേവന കേന്ദ്രങ്ങളിൽ എത്തുന്നത്. ദുബായിലെ സേവന കേന്ദ്രത്തിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് കാണാം. രാജ്യത്ത് സുരക്ഷിതമായി താമസിക്കുക അല്ലെങ്കിൽ സ്വദേശത്തേക്ക് സുരക്ഷിതമായി മടങ്ങുക. പ്രവാസികൾക്കായി 2 മാസത്തെ വിസ പൊതുമാപ്പ് UAE പ്രഖ്യാപിക്കുമ്പോൾ സേവന കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്കുണ്ട്. ഈ കാണുന്നത് അവീറിലെ ജയിലിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക കേന്ദ്രമാണ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ, ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആമർ സെന്റർ വഴിയാണ് ദുബായിൽ പ്രധാനമായും ഇതിനു വേണ്ടി പൊതുമാപ്പിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത്. താമസ കുടിയേറ്റകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ICPയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയൊക്കെ അപേക്ഷ സമർപ്പിക്കാം. ഇവിടെ UAEയിൽ എത്തിയതിനു ശേഷം റെസിഡൻസ് വിസ എടുത്ത് ആ റെസിഡൻസ് വിസ കൃത്യമായി പുതുക്കാത്തവർക്ക് അല്ലെങ്കിൽ വിസിറ്റ് വിസയിലെത്തിയ ഏതെങ്കിലും കാരണവശാൽ ആ വിസ പുതുക്കാതിരിക്കുകയോ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ ഇരിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം. പ്രത്യേകിച്ച് ഒരു സർവീസ് ചാർജും ഇല്ല, ഫീസില്ല, അതോടൊപ്പം തന്നെ ജയിൽ ശിക്ഷയില്ല. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ പൊതുമാപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് പുതിയ വിസയിൽ നാട്ടിലേക്ക് തിരിച്ചു വരാം. ഇനി അതുമല്ല, UAEയിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത 14 ദിവസത്തിനുള്ളിൽ, അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ 14 ദിവസത്തിനുള്ളിൽ പുതിയ വിസയിലേക്ക് മാറാനും അവസരമുണ്ട്. ഏറ്റവും കൂടുതൽ തൊഴിലാളി സൗഹൃദപരമായിട്ടാണ് ഈ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ പൊതുമാപ്പാണ് UAEയിൽ, 2018 ശേഷമുള്ള ആദ്യത്തെ പൊതുമാപ്പ്. അത് പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്താനാണ് സർക്കാരും പ്രവാസി സംഘടനകളും ഒക്കെ തന്നെ ആഹ്വാനം നൽകുന്നത്. അവീറിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.